+1 സുവോളജിയുടെ ആദ്യത്തെ ചാപ്റ്ററാണ് ദ ലിവിങ് വേൾഡ്. ഈ ഒരു ചാപ്റ്ററിൽ എന്തെല്ലാമാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ദ ലിവിങ് വേൾഡ് എന്താണ് ലിവിങ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിവിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈഫ് ഉള്ളത്, ജീവനുള്ളത് എന്നാണ് ലിവിങ്ങിൻ്റെ അർത്ഥം അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈസ് ഉണ്ട്, കുറച്ച് ആനിമൽസിൻ്റെ പിക്ചേഴ്സൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം എന്താണ്, ജീവനുള്ളവയാണെന്ന്. ലൈഫ് ഈസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ലിവിങ് ഒബ്ജെക്ട്സ് ഫ്രം നോൺ ലിവിങ് ഒബ്ജെക്ട്സ്. ഒരു ജീവനുള്ള വസ്തുവിൽ നിന്നും ജീവനില്ലാത്ത വസ്തുവിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ബീയിങ്സ്? ഒന്നാമത്തെ ക്യാരക്ടർ ഗ്രോത്ത് ആണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളർച്ച എന്നാണ് അർത്ഥം. ഓൾ ലിവിങ് ഓർഗാനിസംസ് ഹാവ് ദ കപ്പാസിറ്റി ടു ഗ്രോ. എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും വളരാനുള്ള കഴിവുണ്ട്. ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ഒരു ഗ്രോത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ആണ്. നമുക്കറിയാം ഒരു ഗ്രോത്ത് നടക്കുന്നത് ഓരോ സെല്ലും ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ അതിൻ്റെ എന്തും കൂടെ ഇൻക്രീസ് ചെയ്യും, മാസ്, വെയ്റ്റും കൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, എ മൾട്ടി സെല്ലുലർ ഓർഗാനിസം ഗ്രോസ് ബൈ സെൽ ഡിവിഷൻ. ഒരു ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസത്തിനെ, ജീവിനെ പറയുന്ന പേരാണ് മൾട്ടി സെല്ലുലർ ഓർഗാനിസം. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? സെൽ ഡിവിഷൻ വഴിയാണ്. അതേപോലെ യൂണി സെല്ലുലാർ ഓർഗാനിസം, സിംഗിൾ സെല്ലായിട്ടുള്ള ഓർഗാനിസംസും വളരുന്നത് സെൽ ഡിവിഷൻ വഴിയാണ്. സെൽ ഡിവിഷൻ എന്ന് നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും, കോശ വിഭജനം. ഇനി പ്ലാന്റ്സിലാണെങ്കിൽ, ഇൻ പ്ലാന്റ്സ് ദിസ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതകാലം മുഴുവനും, അത് എത്ര വർഷങ്ങളോളം ജീവിക്കുന്നുണ്ടോ അത്രയും വർഷം ഒരു പ്ലാന്റ് അതിൻ്റെ ഗ്രോത്ത് നടത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഇൻ ആനിമൽസ് ദിസ് ഗ്രോത്ത് ഇസ് സീൻ ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. ആനിമൽസിലാണെങ്കിൽ ആ ഗ്രോത്ത് ഒരു പെർട്ടിക്കുലർ ഏജ് വരെ മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പോൾ 60 വർഷം ജീവിക്കുന്ന ഒരു ജീവി അത്രയും വർഷങ്ങളോളം ഗ്രോത്ത് നടക്കുന്നില്ല. ഒരു പെർട്ടിക്കുലർ ഏജ് എത്തുന്ന സമയത്ത് അതിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലാണെങ്കിലും 18-20 ഇയേഴ്സ് ആകുമ്പോഴേക്കും അതിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സെൽ ഡിവിഷൻ occurs in certain tissues to replace lost cells. പക്ഷേ ഗ്രോത്തിന് പകരം സെല്ലിൻ്റെ ഡിവിഷൻ നടക്കുന്നുണ്ട്. അതെന്തിനാന്ന് കരുതിയാൽ നമ്മുടെ ബോഡിയിൽ നഷ്ടപ്പെട്ടു പോയ സെല്ലിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൽ ഡിവിഷൻ നടക്കുന്നത്. നോൺ ലിവിങ് ഒബ്ജെക്ട്സ് ഓൾസോ ഗ്രോ ഇഫ് യു ടേക്ക് ഇൻക്രീസ് ഇൻ ബോഡി മാസ് ആസ് എ ക്രൈറ്റീരിയൻ ഫോർ ഗ്രോത്ത്. നോൺ ലിവിങ് ഒബ്ജെക്ട്സും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ഇൻ ബോഡി മാസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചില സമയത്തൊക്കെ കേട്ടിട്ടുണ്ടാവും മൗണ്ടൻസിന് ഗ്രോത്ത് വരുന്നത്, ബിൽഡേഴ്സിന് ഗ്രോത്ത് വരുന്നത്, സാൻഡ് മൗണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണൽക്കൂണകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വലുതായി വരുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ന്യൂസുകളിലൊക്കെ. അപ്പം അതൊക്കെ നോൺ ലിവിങ് ഒബ്ജെക്ട്സ് ആണ്. പക്ഷെ അതിൻ്റെ ബോഡിയുടെ മാസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് അവിടെയും ഗ്രോത്ത് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഗ്രോത്ത് therefore cannot be taken as a defining property of a living organism. അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ മാത്രം ക്രൈറ്റീരിയ ആയിട്ട് ആരെ പറയാൻ പറ്റില്ല? ഗ്രോത്തിനെ പറയാൻ പറ്റില്ല. എ ഡെഡ് ഓർഗാനിസം ഡസ് നോട്ട് ഗ്രോ. പക്ഷേ ജീവനില്ലാത്ത വസ്തുക്കൾ ഗ്രോ ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഞാനിവിടെ കുറച്ച് നമുക്ക് ഗ്രോത്തിൻ്റെ ഒരു അറിയാൻ വേണ്ടിയിട്ട് 2-3 പിക്ചേഴ്സ് വെച്ചെന്നേ ഉള്ളൂ. ഇത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഗ്രോത്ത് നമുക്കെല്ലാവർക്കും അറിയാം. കുഞ്ഞുങ്ങൾ വളരുന്നതിൻ്റെ സ്റ്റേജസ് ആണിത്. ഇതൊരു പ്ലാന്റിൻ്റെ സീഡ്ലിങ്സ് പ്ലാന്റായി മാറുന്ന പിക്ചറാണ്. ഇത് അതേപോലെ ഒരു ബട്ടർഫ്ലൈയിലെ ലൈഫ് സൈക്കിളാണ്. ബട്ടർഫ്ലൈ ഒരു ലീഫിൻ്റെ അടിയിൽ എഗ്ഗിനെ ഡെപ്പോസിറ്റ് ചെയ്യും, അത് കാറ്റർപില്ലറാവും, പിന്നീട് അത് പ്യൂപ്പയാവും. ആ പ്യൂപ്പയിൽ നിന്നാണ് ഭംഗിയുള്ള ചിത്രശലഭങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഗ്രോത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്തത് റീപ്രൊഡക്ഷൻ ആണ്. ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ക്യാരക്ടറാണ് റീപ്രൊഡക്ഷൻ. In living organism, reproduction refers to the production of progeny possessing features more or less similar to those of parents. Reproduction എന്ന് പറഞ്ഞാൽ ഒരു പാരൻസിൻ്റെ അതേപോലെയോ
അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ളതോ ആയിട്ടുള്ള പ്രോജനി, അതായത് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്, അതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓർഗാനിസം റീപ്രൊഡക്ഷൻ ബൈ അസെക്ഷൽ മീൻസ് ഓൾസോ, അതായത് സെക്സ് ഓർഗൻസ് ഇല്ലാത്ത, സെക്ഷൽ ഗ്യാമിറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടിയല്ലാത്ത റീപ്രൊഡക്ഷൻ പറയുന്ന പേരാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒന്ന്, ഫംഗൈ മൾട്ടിപ്ലൈ ആൻഡ് സ്പ്രെഡ് ഈസിലി ഡ്യൂ ടു ദ മില്യൻസ് ഓഫ് അസെക്ഷൽ സ്പോർസ് ദേ പ്രൊഡ്യൂസ്. ഫംഗൈ അസെക്ഷൽ സ്പോർസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതേപോലെ ഈസ്റ്റിലും ഹൈഡ്രയിലും ഇറ്റ് മൾട്ടിപ്ലൈ ബൈ ബഡ്ഡിംഗ് ആണ്. ഈസ്റ്റും ഹൈഡ്രയും റീപ്രൊഡക്ഷൻ ബഡ്ഡിംഗ് വഴിയാണ്. ഇൻ പ്ലനേരിയയിൽ വി ഒബ്സർവ് ട്രൂ റീജനറേഷൻ എന്ന് വെച്ചാൽ ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്നും പുതിയ ഓർഗാനിസം ഉണ്ടായി വരുന്നത്. ഇനി ദ ഫഞ്ചൈ, ദ ഫിലമെൻറ്റഡ് ആൽഗ, ദ പ്രൊട്ടോനിമ ഓഫ് മോസസ് ഓൾ ഈസിലി മൾട്ടിപ്ലൈ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. വേറൊരു മെക്കാനിസമാണ് ഫ്രാഗ്മെൻറ്റേഷൻ. കഷ്ണമായിട്ട് മുറിഞ്ഞിട്ട് ഓരോ പീസസും ഓരോ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പം നമ്മളിവിടെ അസെക്ഷൽ സ്പോർസ് പറഞ്ഞു, ബഡ്ഡിംഗ് പറഞ്ഞു, റീജനറേഷൻ പറഞ്ഞു, ഫ്രാഗ്മെൻറ്റേഷൻ പറഞ്ഞു. ഇതെല്ലാം അസെക്ഷൽ മീൻസ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. നമ്മൾ ബ്രെഡൊക്കെ പൂപ്പൽ വരുന്നത് കണ്ടിട്ടുണ്ടാവും വീട്ടിൽ അല്ലേ? അതായത് അതൊരു ഫംഗസിൻ്റെ ഗ്രോത്ത് ആണ്. അപ്പോൾ കുഞ്ഞു ചെറിയ ഫംഗസ് അതിൻ്റെ മുകളിലുണ്ടാവും. ഇതാണ് ആ ഫംഗസിൻ്റെ ഗ്രോത്ത് ആയിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇനി ഇത് ഈസ്റ്റിലെ ബഡ്ഡിംഗ് ആണ്. ഒരു ഈസ്റ്റിൻ്റെ മോളിക്യൂളാണിത്. ആ ഈസ്റ്റ് ഒരു ചെറിയ മുകുളം പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും. ന്യൂക്ലിയസ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വന്നിട്ട് ഓരോന്നും ഓരോ തരത്തിലുള്ള ഓരോ ബഡായിട്ടും ഓരോ ബഡും ഓരോ ഓർഗാനിസമായിട്ടും ഡെവലപ്പ് ചെയ്യും. ഇത് അതേപോലെ ഹൈഡ്രയിലെ ബഡ്ഡിംഗ് ആണ്. ഹൈഡ്രൻ്റെ ഒരു പോർഷനാണിത്. ആ പോർഷൻ ഒരു ബഡായിട്ട് വളരുകയും ആ ബഡ് ഹൈഡ്രയുടെ രൂപത്തിലേക്ക് മാറിയിട്ട് അത് പിന്നെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്ന പ്രോസസ്സ്. ഇത് ബഡ്ഡിംഗ് ആണ്, ഇതും ബഡ്ഡിംഗ് ആണ്. ഓക്കെ, ഇനി ഇത് റീജനറേഷൻ ആണ്. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സാമ്പിൾ പ്ലനേരിയൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ പ്ലനേരിയ 3 പീസസ് ആയിട്ട് കഷ്ണമായി എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഹെഡിൻ്റെ പീസും മിഡിൽ പീസും ടെയിലിൻ്റെ പീസും ഉണ്ട്. ഹെഡിൻ്റെ പീസും ഒരു പുതിയ ഓർഗാനിസവും മിഡിലിൻ്റെ പീസും അതിൻ്റെ മുകളിൽ ഹെഡും ബാക്ക് പോർഷനും വന്നിട്ട് ടെയിലിൻ്റെ മുകളിലേക്ക് ബാക്കി അതിൻ്റെ കട്ട് ചെയ്ത് പോയ ഭാഗങ്ങൾ കൂടിച്ചേർന്നിട്ട് ഓരോ പീസസും 3 ഓർഗാനിസമായിട്ട് വളരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് റീജനറേഷൻ. ഇതേപോലെ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഒരു ഓർഗാനിസത്തിന് 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് ആ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഓരോന്നും ഓരോ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ആൽഗ, അമീബ, reproduction is synonymous with growth, that is increase in number of cells. ഗ്രോത്ത് പോലെ തന്നെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആരിലാണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ. Therefore, unicellular organism there is no distinction in the usage of the terms growthും റീപ്രൊഡക്ഷനും. അപ്പോൾ അതുകൊണ്ട് ബാക്ടീരിയക്ക് നമ്മൾ റീപ്രൊഡക്ഷനോ ഗ്രോത്തെന്നോ സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല, രണ്ടും ഒരേപോലെ തന്നെയാണ്. There are many organisms which do not reproduce. ചില ഓർഗാനിസംസ് തീരെ റീപ്രൊഡ്യൂസ് ചെയ്യൂല. അതിൻ്റെ പേരാണ് മ്യൂൾസ്. മ്യൂൾസിനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ക്ലോണിങ് വഴി ഉണ്ടാവുന്ന ഒരു ആനിമലാണ് മ്യൂൾസ്. അതേപോലെ സ്റ്റെറൈൽ വർക്കർ ബീസ്. ബീസിൽ ഒരു സ്റ്റെറൈലായിട്ടുള്ള, അതായത് റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഇല്ലാത്ത ജോലി മാത്രം ചെയ്യുന്ന ഹണി ബീസിനെയാണ് സ്റ്റെറൈൽ വർക്കർ ബീസ് എന്ന് പറയാം. അതേപോലെ നമുക്കറിയാം ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ കപ്പിൾസ് ഉണ്ടാവും. മനുഷ്യരിലും എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരിലും ഈ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ റീപ്രൊഡക്ഷൻ കനോട്ട് ബി എൻ ഇൻക്ലൂസീവ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ടാമത്തെ പോയിന്റും ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് ക്യാരക്ടറായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നോൺ ലിവിങ് ഒബ്ജക്റ്റ് ഈസ് കേപ്പബിൾ ഓഫ് റീപ്രൊഡ്യൂസിങ് ഓർ റെപ്ലിക്കേറ്റിംഗ് ബൈ ഇറ്റ് സെൽഫ്. നോൺ ലിവിങ് ഒബ്ജക്റ്റിന് റീപ്രൊഡ്യൂസ് ചെയ്യാനും റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മ്യൂളിൻ്റെ പിക്ചറും അതേപോലെ ഹണി ബീയുടെ വർക്കർ ബീസ്, സ്റ്റെറൈൽ വർക്കർ ബീസ് നമ്മൾ പറഞ്ഞില്ലേ, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി
അതിനെ നെക്ടർ കൊണ്ടുവന്നിട്ട് ഹണി ആക്കിയിട്ട് ഹണിയുടെ കോമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യലും അതിൻ്റെ ആ ബീ ഹൈവിനെ ക്ലീൻ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരുപാട് ജോലികളുള്ള ആളുകളാണ് വർക്കർ ബീസ്. ആ വർക്കർ ബീസ് ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യൂല. അതേപോലെ ഇതൊരു ക്ലോണിങ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ആനിമലാണ് മ്യൂള്. ഇതും റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഇല്ലാത്ത ആനിമലാണ്. മൂന്നാമത്തെ പോയിന്റാണ് മെറ്റബോളിസം. എന്താണ് മെറ്റബോളിസം? The sum total of all the chemical reactions occurring in our body is metabolism. എല്ലാ കെമിക്കൽ റിയാക്ഷനും ബോഡിയിൽ നടക്കുന്നതിന് നമ്മൾ പറയുന്ന സിംഗിൾ ടേമാണ് മെറ്റബോളിസം. പക്ഷേ നോൺ ലിവിങ് ഒബ്ജക്ട്സിനും എന്തുണ്ട്? മെറ്റബോളിസം ഉണ്ട്. Metabolic reactions can be demonstrated outside the body in cell-free systems. An isolated metabolic reaction outside the body of an organism performed in test tube is neither living or non-living. നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സും മെറ്റബോളിക് റിയാക്ഷൻ ആണ്. അപ്പോൾ മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും എന്താണ് ഡിഫൈനിങ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇനി മെറ്റബോളിസം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിക്ചർ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രോസസ്സ് കൂടിയതാണ്. ഒന്ന് കാറ്റബോളിസം ആണ്, വേറൊന്ന് ആനബോളിസം ആണ്. എന്താണ് കാറ്റബോളിസം? ലാർജർ മോളിക്യൂൾസ് സ്മോളർ മോളിക്യൂൾസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. അതേപോലെ സ്മോളർ മോളിക്യൂൾസ് കൂടിച്ചേർന്ന് ലാർജർ മോളിക്യൂൾസ് ആവുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ആനബോളിസം എന്ന് പറയുന്നത്. ലാർജർ മോളിക്യൂൾസ് സ്മോളർ മോളിക്യൂൾസ് ആവുന്ന സമയത്ത് അവിടെ എനർജിയും കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു എക്സാമ്പിൾ മെറ്റബോളിസത്തിന്. ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ബോഡിയിലേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റ്സും എല്ലാം ബോഡിയിൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്തിട്ട് അമിനോ ആസിഡ്സും ഷുഗറൊക്കെ ആയിട്ട് മാറണം. ആ മാറുന്ന പ്രോസസ്സ് കാറ്റബോളിസം ആണ്. ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് വീണ്ടും ബോഡിയിൽ ലാർജർ മോളിക്യൂൾസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യും. ആ ഹീറ്റ് എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കെമിക്കൽ വേസ്റ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കാറ്റബോളിസവും നടക്കുന്നുണ്ട്, ആനബോളിസവും നടക്കുന്നുണ്ട്. ഇങ്ങനെ കാറ്റബോളിസവും ആനബോളിസവും കൂടെ കൂടിച്ചേർന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് സെല്ലുലാർ ഓർഗനൈസേഷൻ. All unicellular or multicellular organisms are made up of one or more cell. ഏത് ജീവിയാണെങ്കിലും അത് യൂണിസെല്ലുലാർ ആണെങ്കിലും മൾട്ടിസെല്ലുലാർ ആണെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ്. അതുകൊണ്ട് സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ലൈഫ് ഫോമിൻ്റെ ഒരു ഡിഫൈനിങ് ഫീച്ചറാണ്. ഇനി അഞ്ചാമത്തെ ക്യാരക്ടർ കോൺഷ്യസ്നെസ്. എന്താണ് കോൺഷ്യസ്നെസ്? All organisms from prokaryote to eukaryote can sense and respond to environmental cues. എന്ന് വെച്ചാൽ ചെറിയ ഓർഗാനിസം മുതൽ വലിയ ഓർഗാനിസം വരെ ഉള്ള ജീവികൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിയിലെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഏത് ക്യൂസായിട്ടും, ഈ ക്യൂസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, ഹീറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് എൻവയൺമെൻറ്റൽ ക്യൂസ് എന്ന് പറയാം. നമുക്കറിയാം പ്ലാന്റ്സ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, അതർ ഓർഗാനിസംസ്, പൊല്യൂട്ടൻസ് എക്സെട്ര. അതേപോലെ ഓൾ ഓർഗാനിസംസ് therefore are aware of their surroundings. We sense our environment through sense organs. ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ആനിമൽസ് ആണെങ്കിൽ ആനിമൽസ് സെൻസ് ചെയ്യുന്നത് അവരുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ്. നമുക്കറിയാലോ നമ്മുടെ ബോഡിയിൽ 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ഹ്യൂമൻ ബീയിങ്സ് is the only organism who is aware of himself. That is self consciousness. സ്വന്തമായിട്ടൊരു കോൺഷ്യസ്നെസ് ഉള്ളത് ആകെക്കൂടെ ഹ്യൂമൻ ബീയിങ്സിന് മാത്രമാണ്. കോൺഷ്യസ്നെസ് therefore becomes the defining property of living organism. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാം കോൺഷ്യസ്നെസ് എന്നുള്ളത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഇത് പ്ലാന്റ്സ് ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ പിക്ചറാണ്. എവിടെയാണോ ലൈറ്റ് വരുന്നത് അവിടേക്ക് അതിങ്ങനെ ചാഞ്ഞിട്ട് പോകും.
അതേപോലെ ഇവിടെ 2 പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഒരു മോയിസ്റ്റ് സോയിലാണ്, നനഞ്ഞ പ്രതലത്തിലാണ് ഇത് വളരുന്നത്. രണ്ടാമത്തേത് ഡ്രൈ സോയിലാണ്. ഡ്രൈ സോയിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട് വെള്ളമുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിപ്പോവും. അപ്പോൾ അത് വാട്ടറിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാണ്. അപ്പോൾ എനിവേ രണ്ടിനും കോൺഷ്യസ്നെസ് ഉണ്ട്. പക്ഷെ സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത് ഹ്യൂമൻ ബീങ്സിന് മാത്രമായിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ലിവിങ് ഓർഗാനിസംസ് ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, evolving and self-regulating interactive systems capable of responding to external stimuli. നമുക്ക് പറയാം ഒരു കോൺഷ്യസ് ആയിട്ടുള്ള സെൽഫായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന, ഇവോൾവ് ചെയ്യുന്ന, സെൽഫ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ജീവിയാണ് ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. The number and types of organisms present on earth is called biodiversity. ഭൂമിയിൽ കാണുന്ന ഒത്തിരി ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്. അത് പ്ലാന്റ്സ് ആവട്ടെ ആനിമൽസ് ആവട്ടെ, അതിന് മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. The number and species that are known and described range between 1.7 to 1.8 million. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചതിൽ, ഡിസ്ക്രൈബ് ചെയ്തതിൽ ഏകദേശം 1.8 മില്യൺ വരെ ലിവിങ് ഓർഗാനിസംസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്ത ടേമാണ് സിസ്റ്റമാറ്റിക്സ്. വാട്ട് ഈസ് സിസ്റ്റമാറ്റിക്സ്? ദ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഓൾസോ ദ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് കോൾഡ് സിസ്റ്റമാറ്റിക്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിനെ കുറിച്ചും അവർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുമുള്ള പഠനത്തിനെയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റമാറ്റിക്സ് എന്ന വേർഡ് വന്നിരിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡ് എന്നാണ്. ആ വേർഡിൻ്റെ പേരാണ് സിസ്റ്റമ. സിസ്റ്റമ എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ്. ഓർഗാനിസത്തിന് ഒരു പെർട്ടിക്കുലർ പ്ലാനോട് കൂടിയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സിസ്റ്റമ എന്ന് പറയുന്നത്. ലിനേഴ്സ് ആണ് ആദ്യമായിട്ട് ഈ വേർഡ് യൂസ് ചെയ്തത്. അവരുടെ ഉപയോഗിച്ച പുസ്തകത്തിൻ്റെ പേരാണ് സിസ്റ്റമെ നാച്ചുറെ as a title of his publication. The scope of systematic was later enlarged to include systematicsൽ പിന്നീട് ഐഡൻറ്റിഫിക്കേഷനും നോമൻക്ലേച്ചറും ക്ലാസിഫിക്കേഷനും എല്ലാം കൂടെ ചേർന്നു. Systematics takes into account of evolutionary relationship between organisms. ഓർഗാനിസംസ് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പിനെയാണ് സിസ്റ്റമാറ്റിക്സ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് സിസ്റ്റമാറ്റിക്സിൻ്റെ ഒരു ജനറൽ കാറ്റഗറൈസേഷനാണ്. അതായത് ഒരു സ്പെസിമെനെ നമുക്ക് കിട്ടിയാൽ, ഒരു പുതിയൊരു ഓർഗാനിസത്തിനെ നമ്മൾക്ക് കിട്ടിയാൽ അതിൻ്റെ മോർഫോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സാണ്. ആ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മൾ അതിനെ നെയിം ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിനെ ഡിസ്ക്രിബ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് എന്ത്, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോർഫോളജി നോക്കിയിട്ടാണ് നമ്മളതിനെ ടാക്സോണമി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി എന്താണ് ടാക്സോണമി? ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ആനിമലിൻ്റെയും ഓരോ പ്ലാന്റിൻ്റെയും അതിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഓൾ ലിവിങ് ഓർഗാനിസംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടാക്സ. ടാക്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പാണ്. ദിസ് പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് നോൺ ആസ് ടാക്സോണമി. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ അലോങ് വിത്ത് ദ സ്ട്രക്ചർ ഓഫ് ദ സെൽ, development process and ecological information of organisms are essential and form the basis of modern taxonomic studies. ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു ആനിമലിനെയോ ഒരു പ്ലാന്റിനെയോ ടാക്സോണമിക് സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പുറമേയും ഉള്ളിലുമുള്ള സ്ട്രക്ചർ ഓഫ് സെല്ല്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഇക്കോളജിക്കലായിട്ടുള്ള ഇൻഫോർമേഷൻ, ഈ 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ടാക്സോണമിക് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ടാക്സോണമിയിൽ 4 സ്റ്റെപ്സ് ആണുള്ളത്. ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആർ ദ പ്രോസസ്സസ് ദാറ്റ് ആർ ബേസിക് ടു ടാക്സോണമി. ഇനി നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്ന്. സോ ദിസ് ആർ ദ സ്റ്റെപ്സ് ഓർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ടാക്സോണമി. Characterization, identification, classification and nomenclature. And what is characterization?
It is the understanding of characters of organisms such as external and internal structure, structure of cells, development process and ecological information. ഏതെങ്കിലും ഒരു ലിവിങ് ഓർഗാനിസത്തിന് തന്നിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചർ, അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ, അതിൻ്റെ ഉള്ളിലെ സെല്ലിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ ഇക്കോളജിക്കൽ ഇൻഫോർമേഷൻ, ഇതിനെ മുഴുവനും നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ ആ ക്യാരക്ടറിന് പറയുന്ന പേരാണ് ക്യാരക്ടറൈസേഷൻ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. Nomenclature is only possible when the organism is described correctly and we know to what organism the name is attached to. This is called identification. തിരിച്ചറിയുക എന്നുള്ളതാണ് ഐഡൻറ്റിഫിക്കേഷന് പറയുന്ന പേര്. അപ്പോൾ നമ്മൾ ഒരാളുടെ തിരിച്ചറിയുന്നത് അയാളുടെ പേര് വെച്ചിട്ടാണ്. അപ്പോൾ പേര് നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇന്ന ക്യാരക്ടേഴ്സ് ഈ ഒരു ലിവിങ് ഓർഗാനിസത്തിന് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റാണ് ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് ദ ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ക്യാരക്ടേഴ്സ്. ഇത് ക്ലാസിഫിക്കേഷനാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഇത്രയും നേരം പറഞ്ഞ ക്യാരക്ടറൈസേഷനും ഐഡൻറ്റിഫിക്കേഷനും കൂടെ അതിൻ്റെ കിട്ടിയിരിക്കുന്ന ഓർഗാനിസത്തിനെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് മാറ്റിയിടുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഈ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ കാറ്റഗറീസ് എന്നാണ് പറയുന്നത്. ആ കാറ്റഗറീസിൻ്റെ വേറൊരു പേരാണ് ടാക്സ. ബേസ്ഡ് ഓൺ ദ കാറ്റഗറീസ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടാക്സ. This process of classification is taxonomy. So actually taxonomy is the process of classification. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? അതിന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി വൈ ലിവിങ് ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ്? എന്തിനാണ് ഈ ലിവിങ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? നമുക്കറിയാം, ഭൂമിയിൽ ഒത്തിരി ഓർഗാനിസംസ് ഉണ്ട്. It is nearly impossible to study all the living organisms. എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും കാണാനും പഠിക്കാനും എഴുതി വയ്ക്കാനും നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെത്തേഡാണ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? It is a process by which anything is grouped into convenient categories based on some easily observable characters. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് ഓരോ ഓർഗാനിസത്തിനെയും മാറ്റിയിടുന്നതിന് പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. ദ സയൻറ്റിഫിക് ടേം ഫോർ ദിസ് കാറ്റഗറീസ് ഈസ് ടാക്സ. ഓരോ കാറ്റഗറിക്കും നമ്മൾ പറയുന്ന പേരാണ് ടാക്സ. ഓൾ ലിവിങ് ഓർഗാനിസംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടാക്സ. എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സയിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നെയിമിംഗ് ഓർ നെയിമിങ്ങിന് സയൻറ്റിഫിക് പേരാണ് നോമൻക്ലേച്ചർ. It is a providing of standardized names to the organisms such that a particular organism is known by the same name all over the world. എല്ലായിടത്തും ഒരേ പേര് കൊണ്ട് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഓർഗാനിസത്തിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുന്നതിനെയാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. Why the names of the living organisms should be standardized? എന്തിനാണ് ഒരു ഓർഗാനിസത്തിന് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പേര് വേണമെന്ന് പറയുന്നത്? There are millions of plants and animals in the world. നമുക്കറിയാം, ലോകത്ത് ഒത്തിരി പ്ലാന്റ്സും ആനിമൽസും ഉണ്ട്. We know the plants and animals in our own area by their local names. നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അതിൻ്റെ കോമൺ നെയിമും അതിൻ്റെ നമ്മൾ സ്വന്തം വിളിക്കുന്ന പേരുകൾ വെച്ചിട്ട് അറിയാം. These local names would vary from place to place. ഈ ലോക്കൽ നെയിം ഇവിടെ നമ്മൾ പറയുന്ന പേരായിരിക്കില്ല തൊട്ടടുത്ത പ്ലേസിൽ പറയുന്നത്. ഈവൻ വിത്തിൻ എ കൺട്രി, അല്ലേ, ഒരു രാജ്യത്ത് തന്നെ ചിലപ്പം അതിന് വ്യത്യസ്തമായ പേരുകളുണ്ടാവും. ഹെൻസ് ദർ ഈസ് എ നീഡ് ടു സ്റ്റാൻഡർഡൈസ് ദ നെയിമിംഗ് ഓഫ് ദ ലിവിങ് ഓർഗാനിസം. അതുകൊണ്ടാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിന് നമ്മളൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുന്നത്. എ പെർട്ടിക്കുലർ ഓർഗാനിസം ഈസ് നോൺ ബൈ ദ സെയിം നെയിം ഓൾ ഓവർ ദ വേൾഡ്. ഇതിൽ ലോകത്തുള്ള എല്ലായിടത്തും ഒരു ഓർഗാനിസത്തിന് ഒരു പെർട്ടിക്കുലർ പേര് മാത്രം പറയാം. ആ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് നോമൻക്ലേച്ചർ. ദ സയൻറ്റിഫിക് നെയിംസ് എൻഷുവർ ദ ഈച്ച് ഓർഗാനിസം ഹാസ് ഓൺലി വൺ നെയിം. അതുകൊണ്ട് എല്ലാ ഓർഗാനിസത്തിനും ഒറ്റ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
Who can give scientific names? ആരാണ് ഈ scientific names കൊടുക്കുന്ന ആളുകൾ? Anyone can study, describe and identify and give name to the organism provided certain universal rules are followed. എല്ലാവർക്കും സ്റ്റഡി ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ തന്നിരിക്കുന്ന ഓർഗാനിസത്തിനെ നെയിം ചെയ്യാനുള്ള അധികാരം ഒരു ഓർഗനൈസേഷന് വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. ആ ഓർഗനൈസേഷൻ ഒരെണ്ണം പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളതും ഒരെണ്ണം ആനിമൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. For plants, the specific names are based on agreed principles and criteria which are provided in International Code of Botanical Nomenclature, ICBN എന്നാണ് അതിന് പറയാം. ആ ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറിൻ്റെ റൂൾസിനനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓരോ ഓർഗാനിസത്തിന് നമ്മൾ പേരിടാൻ പാടുള്ളൂ. അതുപോലെ animals and taxonomists have evolved International Code of Zoological Nomenclature, IZCZN. അപ്പോൾ ഇത് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്, ഇത് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ്. ഇനി വാട്ട് ഈസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? Biologists follow universally accepted principles to provide scientific names to non-organisms. സാധാരണഗതിയിലുള്ള ബയോളജിസ്റ്റ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ഓർഗാനിസത്തിനെയും സയൻറ്റിഫിക് നെയിം ഇടുന്നത്. അങ്ങനെ നെയിം ചെയ്യുന്നതിനെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ബൈ എന്ന് പറഞ്ഞാൽ രണ്ട്, നോമിയൽ എന്നാൽ നെയിംസ്, നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നെയിമിങ്. അപ്പോൾ ഇവിടെ നെയിം ചെയ്യുന്ന നെയിമിന് രണ്ട് പാർട്സ് ഉണ്ടാവും. ഈച്ച് നെയിം ഹാസ് ടു കോമ്പണൻസ്, ദ ജനറിക് നെയിം ആൻഡ് ദ സ്പെസിഫിക് എപ്പിതെറ്റ്. ജനറിക് ആയിട്ടുള്ള പേരുണ്ടാവും, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേരുണ്ടാവും. ദിസ് സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് എ നെയിം വിത്ത് ടു കോമ്പണൻസ് ഈസ് കോൾഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇങ്ങനെ രണ്ട് കോമ്പണൻസ് വെച്ചിട്ട് പേര് കൊടുക്കുന്നതിനെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ദിസ് നെയിമിംഗ് സിസ്റ്റം ഗിവൺ ബൈ കാർലസ് ലിനേയസ്. ഈ പേരുണ്ടാക്കുന്ന ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ നോമൻക്ലേച്ചർ ഉണ്ടാക്കിയത് കാർലസ് ലിനേയസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹമാണ് കാർലസ് ലിനേയസ്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഡു നോട്ട് നോ ദ നെയിംസ് ഓഫ് തിങ്സ് ദ നോളജ് ഓഫ് ദം ഈസ് ലോസ്റ്റ്. നമുക്കൊരാളുടെ പേരറിയില്ലെങ്കിൽ അയാളുടെ കുറിച്ചിട്ടുള്ള ഒരറിവും ഇല്ല എന്നാണ് അർത്ഥം. ഇനി വാട്ട് ആർ ദ യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ? ഒരു പേരിടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾസ് എന്തെല്ലാമാണ്? ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ലാറ്റിനിലാണ് സാധാരണഗതിയിൽ നമ്മൾ ബയോളജിക്കൽ നെയിംസ് എഴുതുന്നത്. ആൻഡ് ഇറ്റാലിക്സ് ചെരിച്ചുകൊണ്ടാണ് എഴുതാറുള്ളത്. ദേ ആർ ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഒറിജിൻ. അത് എവിടെ വന്നു എന്ന് പോലും നോക്കാതെ അതിനെ ലാറ്റിൻ അല്ലെങ്കിൽ ലാറ്റിനൈസ്ഡ് ആയിട്ട് വേണം നമ്മൾ എഴുതാൻ. രണ്ടാമത്തെ പോയിന്റ്, ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ്സ് ദ ജീനസ് വൈൽ ദ സെക്കൻഡ് കോമ്പണൻറ്റ് ഡിനോട്ട്സ് ദ സ്പെസിഫിക് എപ്പിതെറ്റ്. ഫസ്റ്റ് വേർഡ് എപ്പോഴും ജീനസ് ആയിരിക്കും, സെക്കൻഡ് വേർഡ് എപ്പോഴും സ്പീഷീസ് ആയിരിക്കും. ഈ സ്പീഷീസിനെയാണ് നമ്മളിവിടെ സ്പെസിഫിക് എപ്പിതെറ്റ് എന്ന് പറയുന്നത്. Both the words in a biological name when handwritten are separately underlined or printed in italics to indicate their Latin origin. നമ്മൾ ബയോളജിക്കൽ നെയിം എഴുതുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ടാണ് എഴുതുന്നതെങ്കിൽ അതിനെ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. അതായത് ജീനസിനെയും സ്പീഷീസിനെയും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. നമ്മളത് പ്രിൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇറ്റാലിക്സിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇനി നാലാമത്തെ പോയിന്റ്, ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിംഗ് ദ ജീനസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ആദ്യത്തെ വേർഡ് എപ്പോഴും ജീനസ് ആയിരിക്കും, അത് തുടങ്ങേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടായിരിക്കും. സ്പീഷീസ് എപ്പിതെറ്റാണ് രണ്ടാമത്തെ കോമ്പണൻറ്റ് സ്പീഷീസ് ആണ്, അത് തുടങ്ങേണ്ടത് സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ്. ഇറ്റ് ക്യാൻ ബി ഇല്ലസ്ട്രേറ്റഡ് വിത്ത് എക്സാമ്പിൾ ഓഫ് മാഞ്ചിഫെറ ഇൻഡിക്ക. അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്, മാഞ്ചിഫെറ ഇൻഡിക്ക. മാംഗോ എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് നെയിമാണത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മാഞ്ചിഫെറ എന്നുള്ളത് ജീനസ് ആണ്, ഇൻഡിക്ക എന്നുള്ളത് അതിൻ്റെ സ്പീഷീസ് ആണ്. അപ്പോൾ മാഞ്ചിഫെറയുടെ എം എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഇൻഡിക്കയുടെ ഐ എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, നെയിം ഓഫ് ദ ഓതർ അപ്പിയേഴ്സ് ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിതെറ്റ്. ഇനി ഒരു ഓതറിൻ്റെ പേരും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ സ്പീഷീസിൻ്റെ പേരും കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെയാണ് എഴുതി ചേർക്കേണ്ടത്.
at the end of the biological name and is written in an abbreviated form. Example, Mangifera indica Lin. Lin എന്നാണ് എഴുതുക. അതായത് ഇത് ഡിസ്ക്രൈബ് ചെയ്ത് സയൻറ്റിസ്റ്റിൻ്റെ പേര് ലിനേയസ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് പേര് നമ്മൾ എഴുതുന്നില്ല, LINN എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പം നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ലാറ്റിനൈസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ലാറ്റിൻ വേർഡ് ആയിരിക്കണം. രണ്ട് കോമ്പണൻസ് ഉണ്ട്, ജീനസും വേണം, പിന്നെ സ്പീഷീസും വേണം. ആദ്യത്തെ കോമ്പണൻറ്റ് ജീനസ് ആണ്, രണ്ടാമത്തെ കോമ്പണൻറ്റ് സ്പീഷീസ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, ഹാൻഡ് റിട്ടൺ ആയിരുന്നെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം, പ്രിന്റഡ് ആണെങ്കിൽ ഇറ്റാലിക്സിൽ എഴുതണം. നാലാമത്തെ പോയിന്റ്, ജീനസിൻ്റെ പേര് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് എഴുതണം, സ്പീഷീസിൻ്റെ പേര് എപ്പോഴും സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. ഈ 4 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സൽ റൂൾസ് ആണ്. ഇനി ഇവിടെ ഞാൻ എക്സാമ്പിൾസ് ഓഫ് ബയോളജിക്കൽ നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു, ജീനസ് ആണ് മാഞ്ചിഫെറ, M ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. സ്പീഷീസ് നെയിമാണ് ഇൻഡിക്ക, I എന്നുള്ളത് സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് മാംഗോ ട്രീയുടെ സയൻറ്റിഫിക് നെയിമാണ്, മാഞ്ചിഫെറ ഇൻഡിക്ക. ഇനി ഇവിടെ ഒരു ക്രാബിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കോമൺ നെയിം സാധാരണ വിളിക്കുന്ന പേര് പെബിൾ ക്രാബ് എന്നാണ്, പക്ഷെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം ജീനസും സ്പീഷീസും കൊടുത്തിട്ടുണ്ട്. സാന്തിയാസ് ലാമാർക്കി എന്നാണ് അതിൻ്റെ പേര്. X ക്യാപിറ്റൽ ലെറ്ററിലും L സ്മോൾ ലെറ്ററിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാപ്പിക്കുരുവിൻ്റെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്, കോഫി ബീൻസ് അല്ലേ. കോഫിയുടെ സയൻറ്റിഫിക് നെയിം കോഫിയ അറബിക്ക എന്നാണ്. കോഫിയ അറബിക്കയിൽ കോഫിയയിൽ C ക്യാപിറ്റൽ ലെറ്ററും അറബിക്കയിലെ A സ്മോൾ ലെറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ജീനസ് ക്യാപിറ്റൽ ലെറ്ററും സ്പീഷീസ് സ്മോൾ ലെറ്ററിലും. ഇനി ഇവിടെ രണ്ടും ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, അത് റോങ് ആണ്. ഇനി എല്ലാം കൂടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും റോങ് ആണ്. അപ്പോൾ ഇത് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ടേം. നമ്മൾ ബയോളജിക്കൽ നെയിം എഴുതുമ്പം ഇതാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.